ഗൈസ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വെളിയിലാണ് ഇറങ്ങി നിൽക്കുന്നത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി. അപ്പം ഇന്ന് ഈ വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് വിചാരിക്കാം. കാരണം ഇന്ന് നമ്മളൊരു ഇത്ര നേരം ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്ര നാളെ ഞാൻ ബുക്കുകളൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. വീഡിയോ എടുക്കാനായിട്ട് കറക്റ്റ് പ്രോപ്പർ സ്റ്റാൻഡ് ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പ് വരെ ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പോവുക അതിൻ്റെ ഡാമേജ് ആയിപ്പോയി. അത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡ് വാങ്ങാൻ തീരുമാനിക്കുകയും ഒരു സ്റ്റാൻഡ് വാങ്ങുകയും ചെയ്തു. അത് നിങ്ങൾ കണ്ടു നോക്കണം. എന്നിട്ട് ആ ഒരു സ്റ്റാൻഡ് കണ്ടിട്ട് നിങ്ങൾ തന്നെ അതിനൊരു പ്രൈസ് നിശ്ചയിക്കുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിന് എത്ര രൂപയായിരിക്കും എന്ന് പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ സ്റ്റാൻഡ് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഹലോ ഗേസ്, അപ്പോൾ ഇതാണ് ആ സ്റ്റാൻഡ്. ഒന്ന് സ്റ്റാൻഡിൻ്റെ ഒരു കവറും പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ലൈറ്റ് സെറ്റിങ്സ് എല്ലാം വരുന്നതായിട്ട് അങ്ങനെ 2 ബോക്സ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം ഓരോന്നായിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് അതിൻ്റെ ആ സ്റ്റാൻഡായിട്ട് വരുന്നത്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം നമ്മുടെ അതിൻ്റെ അകത്ത് ഞാനിത് ഇപ്പോഴാണെന്ന് പൊട്ടിച്ച് നോക്കുന്നത്. കറക്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. മൊത്തത്തിൽ സ്റ്റാൻഡിൻ്റെ ഇതായിട്ട് ഇത്രയാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഹൈറ്റ് നിലത്ത് വെക്കുകയാണെന്നുണ്ട് ഏകദേശം ഈ ഒരു ഹൈറ്റാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. നമുക്കതിൻ്റെ ബാക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇതിനിവിടെ 3-4 നെറ്റുകളുണ്ട്. അത് അവരുടെ മാനുവലി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് നല്ല ഹൈറ്റുള്ള രീതിയിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ അപ്പം സ്റ്റാൻഡ്, അതിൻ്റെ ഫിക്സ്ഡായിട്ട് വരുന്ന സ്റ്റാൻഡ്. ഇവിടെ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുറുക്കുവാണെങ്കിൽ നമുക്കിതിവിടെ ഫിക്സ് ചെയ്ത് മുറുക്കി വെക്കാം. അത് നമ്മുടെ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് സ്പ്രിങ് പോലെയാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഹൈറ്റിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടതെന്നുള്ളതനുസരിച്ച് അതിവിടെ കുറച്ച് ഈ ഒരു സ്ക്രൂ മുറുക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ ഫിക്സ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഇവിടെ വേറൊരു സ്ക്രൂവിൻ്റെ ഇത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതും അവിടെ നിന്ന് ഹൈറ്റ് പൊക്കിയെടുക്കാൻ പാകത്തിനുള്ള ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പം അതും അവിടെ ആ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഒന്ന് മുറുക്കിയിട്ടുണ്ടെങ്കിൽ അതും അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഹൈറ്റ് ഇത്ര ഉണ്ടെന്ന് ആരും വിചാരിക്കണ്ട. ഇതിൻ്റെ തന്നെ ഇവിടെ ഒരു സ്ക്രൂവും കൂടെ ഉണ്ട്. അതും കൂടെ അയക്കുവാണെങ്കിൽ തന്നെ ഇത്രയും തന്നെ ഹൈറ്റിൽ നല്ല രീതിയിൽ തന്നെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഏകദേശം നല്ലൊരു ഹൈറ്റിലുള്ള സ്റ്റാൻഡാണിത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹൈറ്റിൽ പൊങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഹൈറ്റ് വേണ്ട, നമുക്ക് കുറച്ച് നോക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് എവിടെ മുകളിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ആക്കി വെച്ചേക്കാം. ഏകദേശം നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇത്രയും വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു ഇത്. ഈ ഒരു സ്റ്റാൻഡ് ഏകദേശം നല്ല ക്വാളിറ്റി വരുന്ന സ്റ്റാൻഡാണ്. ഇതിൻ്റെ മെറ്റലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുമാതിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് അതിനൊരു സ്പ്രിങ് ആക്ഷനും പരിപാടികളൊക്കെ ഉണ്ട്. ഏകദേശം നല്ല കോമ്പാക്റ്റുകളായിട്ട് ഒരു നിലത്തിരിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, പക്ഷേ അത് ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ടുള്ള 450 രൂപയും കണ്ട് വരുമായിരുന്നു. പക്ഷേ അതിന് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഇത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഉപകാരപ്രദമാകുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പം നമുക്ക് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും ഇതെങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് സെറ്റിംഗ് ഉണ്ട്. ഏകദേശം നമ്മൾ ഈ പണ്ട് ടിക്ടോക്കിൻ്റെ അകത്തൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിയൽഫി വൈറലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. LED ആണ്. LED റിംഗ് ഫുൾ ലൈറ്റ് എന്നായിരിക്കും. അപ്പം മൊത്തം ഒരു മൊത്തം ഒരു റിംഗ് ആയിരിക്കും. റിംഗ് പോലെ കുറേ LEDകളായിരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണെന്ന് തുറന്നു നോക്കാം. നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ അതിൻ്റെ ലൈറ്റിൻ്റെ ഇത് നമുക്ക് എടുക്കാം. അതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ലൈറ്റ് സെറ്റിങ്ങിൻ്റെ ഇത് വരുന്നത്. നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കുറേ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തീർന്ന് നമുക്ക് ഇതാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതിൽ ഫിക്സ്ഡ് ആകുമെന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മുറുക്കി വെക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ ഈ സ്ക്രൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എത്രമാത്രം ടൈറ്റ് ആക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ ഈ മോൾ വശത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ജസ്റ്റ് സ്ക്രൂ ആണ്, അത് മുറുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ ഇത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലൈറ്റാണ്, നമ്മുടെ ആ ലൈറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ്.
ലൈറ്റ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. അതും ജസ്റ്റ് സ്ക്രൂ ആണ്, അത് നിങ്ങൾ മുറുക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇത് സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഊരായിരിക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര മെനക്കേടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു സെറ്റിങ്സ് വരുന്നത്. ലൈറ്റും ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ വയറാണ്. ഈ വയറിൽ ഇതിൻ്റെ അകത്ത് 2-3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഓപ്ഷൻ പവർ ഓഫിൻ്റെ ആണ്, ഓൺ ഓഫ്. പിന്നെ വരുന്നത് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് എന്താണെന്ന് നോക്കാം, നമുക്ക് എന്താ സംഭവം എന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഇതിനൊരു അഡാപ്റ്റർ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പവർ ബാങ്ക് അല്ലെങ്കിൽ മൊബൈൽ ചാർജറിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡായിട്ട് ഇവർ പറയുന്നത് ഇതാണ്. ഈ ഒരു സ്റ്റാൻഡ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാതിരിക്കുക, കാരണം ഇത് ഇത്ര സെൻസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഊരിയിട്ട് കറക്റ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കയറ്റി വെച്ചാൽ മതി. പിന്നെ ഇവിടെ ഈ സാധനം അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് മൊബൈൽ കറക്റ്റായിട്ട് ഏത് രീതി വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പവർ ബാങ്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് സെറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ചെറുതായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് കത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പം ഇത് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതിൻ്റെ ഈ ഒരു പുറത്തായതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് ഇത് കൂട്ടുക കുറയ്ക്കുക, ഇത് കൂട്ടുന്ന ഇതാണ്, ഇത് കുറയ്ക്കുന്ന ഇത്. പിന്നെ വേറെ ഇത് നടുക്കത്തെ സ്വിച്ച് നോക്കിയാൽ അത് വേറെ വെട്ടം കത്താനായിട്ടാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ വെട്ടമാണ് ഇത് കാണുന്നത് നമ്മൾ ഇട്ടതിൽ. പിന്നെ ഒരു വെട്ടം കൂടെ ഉണ്ട്, ഒരു വെള്ള വെട്ടം കൂടെ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ലൈറ്റ് സെറ്റിങ് പരിപാടികളൊക്കെ വരുന്നത്. ഏകദേശം നല്ല നല്ല വെട്ടമുണ്ട്. പക്ഷെ ഇപ്പം പകലായതുകൊണ്ടും വെളിയിലായതുകൊണ്ടുമാണ് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കാണാൻ കഴിയാത്തത്. 3 തരത്തിലുള്ള വെട്ടങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അത് 3 തരത്തിലുള്ള ഫുള്ളായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. 3 തരത്തിലുള്ള വെട്ടങ്ങളുണ്ട്. ഇത് ഫുള്ള് LED ആയിരിക്കും. ഇത് മൊത്തം റൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള കുറേ LED-കളാണ്, കുഞ്ഞു LED-കൾ. നമുക്ക് പവർ ബാങ്കിലാണെങ്കിലും ഇത് വർക്ക് ചെയ്യിക്കാം, കറണ്ട് കുത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം പവർ ബാങ്കിലും നമ്മൾ അഡാപ്റ്റർ ചാർജറിൽ കുത്തിയിട്ടാലല്ലേ ഏകദേശം ഒരേപോലത്തെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്നത്. ഇത് വീഡിയോയ്ക്കെല്ലാം അങ്ങനെ യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നുള്ള വീഡിയോസ് എല്ലാം ഈ സ്റ്റാൻഡിൽ വെച്ചിടാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിങ്ങനെ കാണാതെ തന്നെ നമുക്ക് ഇതൊന്ന് ഡാർക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ട് നോക്കി ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്തോരമൊക്കെ വരും, എത്രമാത്രം യൂസ്ഫുൾ ആകുമെന്നൊക്കെ നമുക്കൊരു ഡാർക്ക് റൂമിൽ കൊണ്ടുവച്ച് നോക്കാം. അപ്പോൾ ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്യട്ടെ. ഒരു ലൈറ്റ് സെറ്റിങ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഒരു ഡാർക്ക് റൂം ഏകദേശം രീതി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊന്ന് കണക്ഷൻ ചെയ്ത് നോക്കാം. പവർ ബാങ്ക് കുറക്കാൻ പോവുകയാണ്. അപ്പം ആദ്യമേ ഒന്ന് ഫ്ലാഷ് അടിച്ചു. അപ്പോൾ അതിവിടെ ഈ ബൾബ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ലൈറ്റ് ഉണ്ട് അതിന്. നല്ല രീതിയിൽ തന്നെ നല്ല ലൈറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ലൈറ്റൊക്കെ ഒന്ന് പറയാൻ കുറച്ചുകൂടെ കൂട്ടിയും കുറച്ചൊക്കെ നോക്കാം. ഇത് പവർ കുറയ്ക്കുന്നതാണ്, നമ്മളിപ്പം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിമ്മായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുന്ന നല്ല ബ്രൈറ്റായിട്ട് വരുന്നു. പിന്നെ വേറൊരു വെട്ടം നമുക്ക് എടുക്കാം. ഇത് അതിൻ്റെ അകത്തൊരു മഞ്ഞ വെട്ടമാണ്. നല്ല രീതിയിലുള്ള മഞ്ഞവെട്ടം കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. തൊട്ടടുത്തുള്ള ഈ വെള്ളവെട്ടം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വീഡിയോയ്ക്ക് ഏത് വെട്ടമാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ വെട്ടം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു എഫക്റ്റീവായിട്ടൊരു വസ്തുവാണ്. അപ്പം ഈ വലിയ യൂട്യൂബർമാരൊക്കെ ആ ഡാർക്ക് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഫേസിൽ തന്നെ വെട്ടം അടിപ്പിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഒരു ഡാർക്ക് ക്രിയേഷനൊക്കെ കൊണ്ട് ഒരു നിഗൂഢതയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു വസ്തുവാണ് ഇത്. അപ്പം ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതാണ് ഞാൻ ആ ഒരു സ്റ്റാൻഡായിട്ട് വാങ്ങിച്ചത്. ഇപ്പം ഏകദേശം തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള വസ്തുവാണ്. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ എത്രയായിരിക്കും ഊഹിക്കുന്നത്? ഞാനൊരു റേഞ്ച് പറയാം, ഒരു 500 to 2500. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഏത് വില വേണേലും നിങ്ങൾക്ക് ഊഹിക്കാം. അല്ലെങ്കിൽ ഏത് വിലയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് വേറൊരു സസ്പെൻസാണ്. അപ്പം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനിയിപ്പം തുടർന്ന് അങ്ങോട്ട് തന്നെ വീഡിയോസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഇതിൽ പല വട്ടങ്ങളൊക്കെ കത്തുന്നുണ്ട്. നല്ലൊരു വസ്തുവാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉപകരണം വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ, സ്റ്റാൻഡ് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് ബുക്കൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ കൂടെ ഫോണൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു എന്നാ പറയുന്നത്, നമുക്കതൊരു കംഫർട്ടബിൾ അല്ല. പക്ഷേ എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പം
ഇനിയിപ്പോൾ ഇത് വെച്ച് സ്റ്റാൻഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വരുന്നവരെ വിട പറയുകയാണ്. ഇപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പുതിയ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങുമോ അല്ലെങ്കിൽ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള വസ്തുക്കളൊക്കെ അറിയോ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയൊരു റിവ്യൂ പോലത്തെ വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ, ഒരു വീഡിയോയിൽ കാണുന്നവരെ